രാഹുൽ, നീ ആരോടാ സംസാരിക്കുന്നെന്ന് മറന്നോ? എനിക്കെല്ലാം അറിയാം. കാര്യങ്ങൾ മനസ്സിലാവാതിരിക്കാൻ ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല. ഒരു കുഞ്ഞിൻ്റെ അച്ഛനാവാൻ പോകുന്ന ആളാണ്. അത് അമ്മ മറക്കരുത്. നീ വാ, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. രാഹുലിന് എന്തോ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയായ എൻ്റെ മകനെ എനിക്ക് നഷ്ടമാകും. അത് പാടില്ല, സമ്മതിക്കില്ല ഞാൻ. രാഹുലേട്ടാ, ചായ. നിനക്ക് എന്നോടെന്തോ പറയാനുണ്ടല്ലോ? ശരിയാ, എനിക്ക് രാഹുലേട്ടനോടൊരു കാര്യം പറയാനുണ്ട്. പിന്നെന്തിനാ മടിക്കുന്നത്? എന്തായാലും നീ കാര്യം പറ. എനിക്ക് ഒരാഗ്രഹം തോന്നുന്നുണ്ട് രാഹുലേട്ടാ. എന്താഗ്രഹം? നീ കാര്യം പറ രാജി. എനിക്ക് പച്ചമാങ്ങ തിന്നാൻ കൊതിയാവുന്നു. രാഹുലേട്ടന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്ക് വാങ്ങിത്തരാവോ? ഇതാണോ കാര്യം? ഈ നിസ്സാര കാര്യം പറയാനാണോ നീ മടിച്ചു നിന്നത്? അത് ഞാൻ ഗർഭിണിയായ എന്റെ സ്വന്തം ഭാര്യയ്ക്ക് പച്ചമാങ്ങ വാങ്ങിക്കൊടുക്കേണ്ടത് എന്റെ കടമയല്ലേ? അത് ഞാൻ വാങ്ങിത്തരാം. സത്യമാണോ രാഹുലേട്ടാ? പിന്നെ നിന്റെ വയറ്റിലുള്ളത് എന്റെ കുഞ്ഞ്. അപ്പൊ പിന്നെ ഈ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരേണ്ടത് എന്റെ കടമയല്ലേ? ഇവൻ എങ്ങനെയാ ഇങ്ങനെ ഒരു പെൺകൊന്തനായി പോയത്? കഷ്ടം. താങ്ക്സ് രാഹുലേട്ടാ. ദേ രാജി, ഇനി മേലാൽ എന്നോട് താങ്ക്സ് ഒന്നും പറയരുത് കേട്ടോ. പിന്നെ എന്താഗ്രഹം തോന്നിയാലും മടിക്കാതെ എന്നോട് പറയുകയും വേണം. പറയൂ? പറയാം. നിനക്കെന്താ രാഹുൽ, വട്ടായോ? എന്താമ്മേ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെന്താ പറയേണ്ടത്? നീ എന്തിനാ ആ രാജി പറയുന്ന താളത്തിന് തുള്ളുന്നത്? നീ അവളെ ഭാര്യയായിട്ട് അംഗീകരിച്ചോ? അത് അമ്മേ, ഞാൻ പറ രാഹുൽ, എന്താ കാര്യം? എന്തിനാ എന്നോട് മറയ്ക്കുന്നത്? നീ അവളെ സ്നേഹിച്ചു തുടങ്ങിയോ? അത് പിന്നെ എനിക്കറിയില്ലമ്മേ. പക്ഷേ ഒന്ന് സത്യം, ഇപ്പൊ എന്റെ മനസ്സിൽ രാജിയോട് ദേഷ്യം തോന്നാറില്ല. ഞാനറിയാതെ എൻ്റെ ഉള്ളില് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. വേണ്ട രാഹുൽ, അത് ശരിയാവില്ല. രാജി നമുക്ക് യോജിച്ച പെണ്ണല്ല. അവളെ ഒഴിവാക്കുക വേണ്ടത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത അടുപ്പം വേണ്ട. അമ്മ പറയുന്നൊന്നും മനസ്സിലാവുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. സത്യം പറഞ്ഞ എന്റെ മനസ്സ് എന്റെ നിയന്ത്രണത്തിലല്ല ഇപ്പൊ. സോറി അമ്മ. രാഹുൽ, രാഹുൽ, അമ്മ പറയുന്ന കേക്ക്.
മഹേട്ടാ എന്താ ഗംഗേ? ഇങ്ങ് വാ, ഒരു സംഭവം കാണിച്ചു തരാം. എന്താ കാര്യം പറ. വാ മഹേട്ടാ, വാ. രാഹുലിന് നല്ല മാറ്റം വന്നു. എന്നും അവർ സന്തോഷത്തോടെ ജീവിച്ചാൽ മതി. എനിക്ക് അത്രയേ ഉള്ളൂ. എന്താ ആന്റി, എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ? എന്താ ആന്റി? എനിക്കാകെ പേടിയാകുന്നു ശ്രേയെ. എന്താ നാത്തൂനെ, എന്തു പറ്റി? രാഹുൽ രാഹുലിന് എന്തു പറ്റി? ഇനി പറ്റാനായിട്ട് ഒന്നുമില്ല, എല്ലാം കൈവിട്ടു പോയി. നാത്തൂൻ അവിടെ എവിടെയും തൊടാതെ ഇങ്ങനെ പറഞ്ഞാ ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറയേ. ഞാൻ രാവിലെ അടുക്കളയിലേക്ക് പോയതാ. അവിടെ ചെന്നപ്പോ ഗംഗയും ആ രാജിയും സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അവരുടെ സംസാരത്തിൽ നിന്ന് രാഹുലിനിപ്പോ രാജിയോട് ഭയങ്കര ആത്മാർത്ഥ സ്നേഹമാണെന്ന് പറയുന്നത് കേട്ടു. അതാണോ? അത് വല്ല കാര്യസാധ്യത്തിന് വേണ്ടി അവളുടെ മുന്നിൽ അഭിനയിച്ചതായിരിക്കും. അല്ലാതെ ഞാനൊന്ന് പറയട്ടെ. പറഞ്ഞു. എനിക്കതിന്റെ സത്യാവസ്ഥ അറിയണമെന്ന് തോന്നി. പിന്നെ ഞാൻ കാണുന്നത് രാജി രാഹുലിനും രാഹുൽ രാജിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം വാരി കൊടുക്കുന്നതാ. ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോ അവൻ എനിക്കെതിരെ സംസാരിച്ചു. അമ്മ ഞങ്ങളുടെ സ്വകാര്യതയിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവക്ക് പച്ചമാങ്ങ വേണമെന്ന് പറഞ്ഞു. അവൻ അതും അവൾക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. രാഹുലിന് എങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നാത്തൂൻ പറയുന്ന കേട്ടിട്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം പറയുന്നത്. അയ്യോ, നാത്തൂൻ നുണ പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞേ. രാഹുൽ അങ്ങനെയൊക്കെ എങ്ങനെ മാറാനാ? തലേണ മന്ത്രത്തിനൊക്കെ അത്ര ശക്തിയുണ്ടോ? ഒരാളുടെ മനസ്സ് ഇത്ര പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോ? ഇത് തലേണ മന്ത്രമൊന്നും അല്ലമ്മേ, മറ്റെന്തോ പരിപാടിയാ. മിക്കവാറും ഗൗരിയുടെ കൂട്ട് പിടിച്ച് ഗംഗ ഏതോ മന്ത്രവാദിയുടെ കയ്യിന്ന് കൈവശോ കൂടോത്രോ ചെയ്ത് രാഹുലിന്റെ മനസ്സ് മാറ്റിയതാവും. എന്റെ മോനെ, എന്നിൽ നിന്നും അകറ്റാൻ അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗംഗയെ ഞാൻ കൊല്ലും. അയ്യോ, ഇതെന്താ? അയ്യോ, 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 ശ്രേയ, അയ്യോ, അയ്യോ, ഹായ്, ഇതെന്താ? അച്ഛാ, എങ്ങി വാ, ഒരു സൂത്രം കാണിക്കാം. എന്താ മാളു? വാ, നല്ല രസാ. എന്താ മാളു, കാര്യം പറ. ഇപ്പൊ കാണാലോ. വാ വാ. ഇവർക്കിത് എന്താ പറ്റിയത്? അറിയില്ല മഹേട്ടാ. നല്ല രസം. അയ്യോ, ഞങ്ങളെ രക്ഷിക്കണ. ഞങ്ങളെ ആരും തല്ലിക്കൊല്ലുന്നു. അതെ മഹി, ഞങ്ങൾക്ക് വേദനിക്കുന്നു. എന്തിനാ നിങ്ങളിങ്ങനെ കടന്ന് ബഹളം വയ്ക്കുന്നേ? വട്ടായോ 3 പേർക്കും? ഞങ്ങൾ ഈ തല്ലുന്നത് മഹേട്ട കാണുന്നില്ലേ? മഹി, എങ്ങോട്ടൊന്ന് പറ മോനെ, ഞങ്ങളെ രക്ഷിക്കാൻ. ഗംഗയോ? എന്താ അമ്മേ, എന്തിനാ നിങ്ങളിങ്ങനെ ഓരോന്ന് കാണിക്കുന്നത്?
ഗംഗേ, ഞാൻ നിന്റെ അമ്മയല്ലേ? ഒന്ന് നിർത്തിത്താ. നീ എന്ത് മന്ത്രം ഉപയോഗിച്ചായിരുന്നാലും ഞങ്ങളൊന്ന് രക്ഷിക്കുക. ഇവരെന്തൊക്കെയാ ഗംഗ പറയുന്നത്? എനിക്കറിയില്ല മഹേട്ടാ. കഥയൊക്കെ പിന്നെ പറയാം. ആദ്യം ഞങ്ങളെ ഒന്ന് രക്ഷിക്കുക. സമാധാനായി. കണ്ടോ മോനെ, ദേ നിന്നു. എന്ത് നിന്നെന്ന്? നിങ്ങൾക്ക് 3 പേർക്കും കാര്യമായിട്ടെന്തോ സംഭവിച്ചിട്ടുണ്ട്. സൂക്ഷിച്ചോ. എന്തായാലും നല്ല രസമുണ്ട് അച്ഛാ കാണാൻ. ഗംഗേ വാ. ഇതെല്ലാം ആ ഗംഗയുടെ പണിയാണെന്ന് ഉറപ്പായില്ലേ? അതുകൊണ്ടല്ലേ അവള് പ്രാർത്ഥിച്ചപ്പോ ചൂരിൽ അപ്രത്യക്ഷമായത്? അതെ നാത്തൂനെ, അവള് നമ്മുടെ കാലെത്തിയ. നമ്മളെ കൊല്ലുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ആ ഗംഗ ഇല്ലാതാക്കണം. അതെ, അവളെ നശിപ്പിക്കാന്നുള്ളൊരു പരിഹാരം മാത്രമേ ഇതിനുള്ളൂ. അയ്യോ അയ്യോ, അവളെ ഒന്നും ചെയ്യരുത്. ഞങ്ങൾ ഇനി ഗംഗയെ ഒന്നും പറയില്ല. അതെ, ഒരു തെറ്റ് പറ്റിപ്പോയതാ, ക്ഷമിക്കണം. അതെ, ഞങ്ങള് പാവങ്ങളാ, ഞങ്ങളൊന്നും ചെയ്യല്ലേ. ഈശ്വര, ഈ ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടണമെങ്കിൽ ഗംഗയെ ഉടനെ തന്നെ ഇല്ലാതാക്കണം. ആരും അറിയാതെ അത് ഉടനെ ചെയ്തേ മതിയാവും. അയ്യോ അതാ, അയ്യോ അയ്യോ അയ്യോ, ഇനി ഞാൻ ഗംഗയെ കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുക പോലും ഇല്ല. അയ്യോ, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ പ്ലീസ്, പ്ലീസ്. അമ്മേ, ആന്റി. ഇതെന്താ ഗംഗ കാണുന്നത്? രാഹുൽ തന്നെയാണോ അത്? ശരിയാ മഹേട്ടാ, എനിക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. രാഹുലെ, ഇതെന്താ ഗംഗ? മഹേട്ടാ, ഇതെന്തൊരു അത്ഭുത രാഹുലെ, നിനക്ക് എന്ത് പറ്റി? ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി മഹേട്ടാ. അതിനൊക്കെ ഭഗവാനോട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിച്ചതാ. മഹേട്ടനും എന്നോട് ക്ഷമിക്കണം. എൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു അനുജൻ്റെ വിവരക്കേടായി കണ്ട് പൊറുക്കണം. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. കഴിഞ്ഞു ഓർത്ത് വിഷമിക്കണ്ട. എൻ്റെ മനസ്സിൽ നിന്നോട് ഒരു ദേഷ്യമില്ല രാഹുൽ. ഇനി ഒരിക്കലും നീ പഴയ തെറ്റുകൾ ആവർത്തിക്കാതിരുന്നാൽ മാത്രം മതി. ഇല്ല മഹിയേട്ടാ, ഇനി ഞാൻ ആ പഴയ രാഹുലാവില്ല. എനിക്കെൻ്റെ കുഞ്ഞിന് മാതൃകയായ അച്ഛനായി മാറണം. അതാ എൻ്റെ ആഗ്രഹം. തെറ്റുകൾ എല്ലാവർക്കും പറ്റും. അത് മനസ്സിലാക്കി തിരുത്തുന്നതിലാണ് കാര്യം. രാഹുലേട്ടന്റെ മാറ്റം രാജിയുടെ പ്രാർത്ഥനയുടെ ഫല. അത്രയ്ക്ക് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ പാവം. അറിയാൻ തന്നെ ഒരു പെണ്ണിനോടും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതകളാണ് ഞാൻ രാജിയോട് ചെയ്തത്. അതിനുള്ള പ്രായശ്ചിത്തമായിട്ട് ഇനിയുള്ള ജീവിതം മുഴുവൻ ഞാൻ രാജിയെ പൊന്നുപോലെ നോക്കാം. നീ ഒരു വാക്ക് കേൾക്കുന്നതാ ഞങ്ങൾക്ക് സന്തോഷം. ഗംഗ, ഞാൻ ഗംഗയോടും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്നും ഉപദ്രവിക്കാനേ നോക്കിയിട്ടുള്ളൂ. അതിനെല്ലാം എനിക്ക് മാപ്പ് തരണം. ഞാൻ ഈ ചെയ്തതെന്നും ചെയ്ത തെറ്റിനുള്ള പരിഹാരം ആവില്ലെന്ന് എനിക്കറിയാം.
പരിഹാരമാവില്ലെന്ന് ആരോ പറഞ്ഞത്? മഹിയേട്ടന്റെ അഭിപ്രായം തന്നെ എനിക്കും. ഇനിയുള്ള കാലം നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചു കാണിക്കണം. അതാണ് ഞങ്ങളോട് ചെയ്ത എല്ലാ തെറ്റിനുള്ള പരിഹാരം. നിങ്ങളുടെയൊക്കെ ഈ നല്ല മനസ്സ് ഞാൻ അറിയാതെ പോയല്ലോ. വിഷമിക്കാതെ രാഹുലേട്ട. ഇങ്ങനെ പരസ്പരം രണ്ടാളും എല്ലാ വിഷമങ്ങളിലും സങ്കടങ്ങളിലും പരസ്പരം സ്നേഹിച്ചും സമാധാനിപ്പിച്ചും എന്നും ഒന്നിച്ചുണ്ടാവണം. ഉറപ്പായിട്ടുണ്ടാവും. ഒരുപാട് നന്ദിയുണ്ട് തിരുമേനി. ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ ജീവിതമാണ് അങ്ങ് എനിക്ക് തിരിച്ചു തന്നത്. ഇതിനൊക്കെ എന്താണ് ഞാൻ പകരം ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് വേണ്ടി തിരുമേനിയും ഗംഗേച്ചിയും ചെയ്തത് അത്രയ്ക്ക് വലിയ കാര്യമാണ്. നന്ദി പറയേണ്ടത് സാക്ഷാൽ ഭഗവാനോടാണ്. ഞാനും ഗംഗയും അതിന് നിമിത്തമായി എന്ന് മാത്രം. അതെ, പക്ഷേ രാഹുലേട്ടന്റെ ഇപ്പോഴത്തെ മാറ്റം അവിശ്വസനീയാണ്. രാജിയെ ജീവന് തുല്യം രാഹുലേട്ടൻ സ്നേഹിക്കുന്നുണ്ട്. ആ മാറ്റം മന്ത്രപ്പൊടിയുടെ ശക്തി കൊണ്ട് മാത്രമാണ്. അത് ശാശ്വതമല്ല. അപ്പോ രാഹുലേട്ടൻ വീണ്ടും പഴയതുപോലെ ആവുന്നാണോ തിരുമേനി പറയുന്നത്? മന്ത്രപ്പൊടിയുടെ ശക്തിയില്ലെങ്കിലും രാഹുൽ രാജിയെ സ്നേഹിക്കുന്ന അവസ്ഥയിലേക്ക് രാഹുലിനെ മാറ്റിയെടുക്കേണ്ടത് രാജിയാണ്. രാജിയുടെ സ്നേഹവും കരുതലും രാഹുലിന്റെ മനസ്സ് മാറ്റിയെടുക്കണം. ഈ ഭൂമിയിൽ മറ്റെന്തിനേക്കാളും ഞാൻ എന്റെ രാഹുലേട്ടനെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം എന്റെ മരണം വരെ ഉണ്ടാവുകയും ചെയ്യും. അതേ തിരുമേനി, രാജയെ പോലെ മറ്റാർക്കും രാഹുലേട്ടനെ സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും കാര്യങ്ങൾ ഇപ്പോൾ ശരിയായ ദിശയിലാണ്. ഈ മാനസികാവസ്ഥയിൽ നിന്നും രാഹുൽ പിന്നോട്ടു പോകാതെ ശ്രദ്ധിക്കണം. ശരി തിരുമേനി. എത്ര നേരം എന്ന് വെച്ചോ? അയ്യോ എന്റെ അമ്മ ഒന്നും പറയല്ലേ, ഇനി എനിക്ക് തല്ലുകൊള്ളാൻ വയ്യ. എത്ര നേരം എങ്ങനെ മിണ്ടാതിരിക്കും? അയ്യോ, പിന്നെ വന്നു. അയ്യോ പറഞ്ഞില്ലേ അമ്മ മിണ്ടല്ലേന്ന്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ ആംഗ്യം കാണിച്ചാ മതി. ആ തുറക്കല്ലേ. അയ്യോ, തല്ലല്ലേ, മിണ്ടല്ലേ മിണ്ടല്ലേ എന്ന് പറഞ്ഞതാ. അതിനൊന്നും തല്ലാൻ പാടില്ല. നീ മടിയെ പറഞ്ഞൊന്ന് മനസ്സിലാക്കമ്മേ. ഇല്ല, എന്നിട്ട് വേണേ എനിക്ക് തല്ലുകൊള്ളാൻ. അയ്യോ, നീ പോടി. ഇനി എന്നെ കൊന്നാലും ഞാൻ വാ തുറക്കില്ല. അതല്ലേ ഞാനും പറഞ്ഞത്. ആ അതെ, ഞാനും അങ്ങനെയാ. പോയി പോയി. ഇവരെന്താ ഈ കാണിക്കുന്നേ? നിങ്ങൾ എന്താ ചെയ്യുന്ന ഹൈമാവതി? എന്താ ദേവേനി? ശ്രേയേ, എന്താന്ന് വെച്ച കാര്യം പറ. എന്താ ശ്രേയ? ഒന്ന് പോയി താ കൊച്ചേ. അച്ഛാ വാ, ഒരു കാര്യം കാണിച്ചു തരാം. വാ ഗംഗേ. എന്താ മാളു? വാ, ഞാൻ കാണിച്ചു തരാം. വാ മഹേട്ടാ, എന്താന്ന് നോക്കാം. മഹിമോനെ, ഞങ്ങള് അയ്യോ അയ്യോ അയ്യോ
എങ്ങനെ അവർക്ക് 3 പേർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കണ്ട് ഭയന്നതിന്റെ പ്രശ്നമാണോന്ന് അറിയില്ല. എന്തായാലും 3 പേർക്ക് ഇങ്ങനെ ഒരുമിച്ച് വന്നത് എന്താണെന്നാ മനസ്സിലാവാത്തത്. അവര് വെറുതെ എന്തെങ്കിലും നമ്മളെ പറ്റിക്കും കാണിക്കുന്നാവും. അല്ലാതെ 3 പേർ കൂടി ഒരുമിച്ച് എന്ത് സംഭവിക്കാനാ മഹേട്ടാ? ഏയ് അങ്ങനെയല്ല ഗംഗ. നമ്മളെ പറ്റിക്കാൻ വേണ്ടി അവരങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് അവർക്ക് എന്തോ പറ്റിയത് തന്നെയാ, എനിക്ക് ഉറപ്പാ. നമുക്ക് ഉടനെ തന്നെ അവരെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. ശ്രീ മഹേശ്വര ഭഗവാനെ, ഞാൻ എങ്ങനെ മഹേട്ടനോട് സത്യം പറയും? അവരെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ അതും പ്രശ്നമാവുമല്ലോ.